ചേർത്തലയിലെ സ്ത്രീകളുടെ തിരോധാന കേസുകളിലേക്കാണ്. ഈ കേസിൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ ശാസ്ത്രീയ പരിശോധന പുരോഗമിക്കുകയാണ്. പ്രതി സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് നിർണായക തെളിവ് കണ്ടെത്തി. അടുപ്പിൽ നിന്ന് കത്തിക്കരിഞ്ഞ ലേഡീസ് വാച്ചിന്റെ ഭാഗം കണ്ടെത്തി. നിലവിൽ പ്രതിയുടെ സുഹൃത്തായ റോസമ്മയുടെ വീട്ടിലാണ് പരിശോധന നടക്കുന്നത്. നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് ആലപ്പുഴയിൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ശേഷമാണ് പരിശോധന ആരംഭിച്ചത്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, വലിയൊരു സംഭവത്തിന്റെ ചുരുളഴിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് നടക്കുന്നത്. ഇപ്പോൾ നിർണായകമായ ഒരു തെളിവ് പോലീസിന്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഒരു ലേഡീസ് വാച്ചിന്റെ കരിഞ്ഞ അവശിഷ്ടം അടുപ്പിൽ നിന്നും കണ്ടെത്തുന്ന സാഹചര്യം. വിവരങ്ങൾ. നീലിമ, ഇപ്പോൾ ഈ കേസിൽ ഏറെ നിർണായകമായ ഒരു നീക്കത്തിലേക്ക് ക്രൈംബ്രാഞ്ച് കടന്നിരിക്കുന്നു. അത് വർഷങ്ങളായിട്ടുള്ള ഇവിടുത്തെ ബിന്ദു തിരോധാന കേസിലെ ആക്ഷൻ കൗൺസിൽ അടക്കം മുന്നോട്ട് വെച്ച ഒരാവശ്യമാണ്. ഈ സെബാസ്റ്റ്യനുമായി ഏറെ അടുപ്പമുള്ള റോസമ്മയുടെ പറമ്പ്, അവിടുത്തെ ഒരു ദുരൂഹത ഉണർത്തുന്ന ഒരു കോഴി ഫാമുണ്ട്, അവിടെ പരിശോധന നടത്തണം എന്ന നിർദ്ദേശം. ആ പരിശോധനയിലേക്ക് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം നീങ്ങിയിരിക്കുന്നു എന്നത് തന്നെയാണ്. അത് ഏറ്റവും ആധുനികമായ റഡാർ സംവിധാനങ്ങളുടെ കൂടി സഹായത്തോടെയാണ് ആ പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നത്. അതിന് ഇന്ന് സെബാസ്റ്റ്യൻ്റെ വീട്ടിലും പറമ്പിലുമെല്ലാം പരിശോധന നടത്തി. അവിടെ നിന്നും ആകെ നിർണായകമെന്ന് പറയാവുന്നത്, അല്പമെങ്കിലും ഒരു പുതിയ സംഭവം എന്ന് പറയാവുന്നത്, ആ വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ഈ പഴയ വീട്, സെബാസ്റ്റ്യൻ്റെ ഇപ്പോഴത്തെ വീടിൻ്റെ തൊട്ട് പുറകിലായി പഴയ വീടുണ്ട്. അവിടുത്തെ അടുപ്പിൽ നിന്നുമാണ് ഇത്തരത്തിൽ കത്തിക്കരിഞ്ഞ ഒരു വാച്ചിൻ്റെ അവശിഷ്ടം കിട്ടിയിരിക്കുന്നത്. അത് ഈ കേസിൽ നിർണായകമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു നീക്കത്തെ, അത് ബിന്ദു തിരോധാന കേസിലെ ആക്ഷൻ കൗൺസിൽ ചെയർമാൻ രൂപേഷ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. എന്ത് രീതിയിലാണ് ഈ ഒരു നീക്കത്തെ കാണുന്നത്? അത് വൈകിയാണെങ്കിലും ഈ കേസിൽ ഏതെങ്കിലും തരത്തിൽ പ്രയോജനം കാണുമെന്ന പ്രതീക്ഷയുണ്ടോ എന്ന് അടക്കമൊന്ന് നോക്കാം. ഇത് നിങ്ങൾ വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇവിടുത്തെ ഒരു ദുരൂഹതയും റോസമ്മയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില സംശയങ്ങളും മറ്റും, സാമ്പത്തിക ഇടപാടുകളിൽ അടക്കം സംശയം നിങ്ങൾ ഉന്നയിച്ചിരുന്നതാണ്. അപ്പോൾ അത്തരം ഒരു പരിശോധനയിലേക്ക് കടക്കുന്നത് എങ്ങനെ കാണുന്നത്? വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളിതിനെ കാണുന്നത്. കാര്യം ഈ സെബാസ്റ്റ്യന് ഇവിടെ നിരന്തരം വന്നു പോയിക്കൊണ്ടിരുന്ന ആളാണ്. സ്ഥല ഇടപാടുമായി ബന്ധപ്പെട്ട് പല ബന്ധങ്ങളും റോസമ്മയുമായിട്ടുണ്ട്. അതുകൊണ്ട് ഐഷ എന്ന് പറയുന്ന ഒരു തിരോധാന കേസുണ്ട്. അത് 2012 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഏറ്റവും ആദ്യം ഈ തിരോധാന കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള ഐഷയുടെ തിരോധാനമാണ്. അത് ഈ റോസമ്മയുടെ വീടിൻ്റെ ഒരു വീട് അപ്പുറത്താണ് ഐഷയുടെ വീട്. ഐഷയുടെ കോള് ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് റോസമ്മയിലേക്കാണ്. അപ്പോൾ സെബാസ്റ്റ്യനുമായി ഉള്ള ഈ അടുത്ത ബന്ധം, അത് ഒത്തിരി രഹസ്യങ്ങൾ റോസമ്മക്ക് അറിയുവാനായിട്ട് സാധിക്കും. നമ്മൾ നിരന്തരമായി ആവശ്യപ്പെട്ടതാണ്. റോസമ്മയുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഏജൻസികൾ റോസമ്മയെ ചോദ്യം ചെയ്യണമെന്ന്, അവരിൽ നിന്ന് വിവരങ്ങൾ തേടണമെന്നും ആവശ്യപ്പെട്ടു. കൂടുതൽ തെളിവുകൾ ചിലപ്പോൾ ഇതിൽ നിന്നും കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും ചില സൂചനകളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നതല്ലേ? അതെ. ഇവർ സ്ഥല ഇടപാടുമായി ബന്ധപ്പെട്ട് എന്തോ അതിൽ ഒരു ബന്ധം ഉള്ളതായിട്ട് അറിയുവാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ അടുത്ത കാലത്ത് വാങ്ങിയ ഒരു 40 സെൻറ്റ് സ്ഥലം, ഒരു ഏക്കറിലാണ് ഇത് നിൽക്കുന്നത്. അവിടെ ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ഈ റോസമ്മയുടെ വെളിപ്പെടുത്തലിൽ തന്നെ നമ്മൾ കേട്ടതാണ്, ഒരു ദിവസം, അത് റോസമ്മ ഇല്ലെന്നാണ് പറഞ്ഞത്, റോസമ്മ ഇല്ലാതിരുന്ന സമയത്ത് ഇവിടെ JCB ഉപയോഗിച്ച് കുഴിക്കുന്ന ഒരു അവസ്ഥ അവർ കാണുന്നതായിട്ട് പറഞ്ഞു. അപ്പോൾ ഈ സ്ഥലം ഉൾപ്പെടെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കാര്യം ഒട്ടനവധി ദുരൂഹത ഇതിലുണ്ട്. ഇത് സംബന്ധിച്ചിപ്പം റോസമ്മ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്നതിലും വളരെ അവ്യക്തത ഉയർത്തുന്ന, ഇല്ലെങ്കിൽ പരസ്പര വിരുദ്ധമായി, ഇല്ലെങ്കിൽ കളവാണ് എന്ന് ബോധ്യമുള്ള കാര്യങ്ങൾ പോലും പറയുന്നില്ലേ? അതെ, പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് റോസമ്മ കൂടുതലും പറയുന്നത്. കാര്യം 2012 ഐഷയുടെ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷേ 2017 നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഐഷ സെബാസ്റ്റ്യനെ പരിചയപ്പെടുന്നത് റോസമ്മ മുഖാന്തരമാണെന്നത് പോലും മറച്ചു വെക്കുന്ന ഒരു സമീപനമല്ലേ ഇപ്പം? തീർച്ചയായിട്ടും അത് ആദ്യം മുതൽക്ക് തന്നെ അങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഐഷ വഴിയാണ് റോസമ്മ ഒരു നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് പോലെ ഫീൽ ചെയ്യുന്ന ഒരു പ്രതികരണമല്ലേ റോസമ്മയിൽ നിന്ന് പലപ്പോഴും? അതെ, തീർച്ചയായിട്ടും വ്യക്തമായി ഒരു നിയമ ഉപദേശം കിട്ടിയിട്ടുണ്ട്. ആ ഒരു അഭിഭാഷകൻ പറഞ്ഞു കൊടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് റോസമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ്. അപ്പോൾ റോസമ്മയെ ചോദ്യം ചെയ്യേണ്ടതും ഇത്തരത്തിലുള്ള പരിശോധന നടത്തേണ്ടതും വർഷങ്ങൾക്ക് മുമ്പേ ചെയ്യേണ്ടിയിരുന്നതാണ്. അത്തരം ദുരൂഹതകൾ ഉണ്ടായിരുന്നു. ഈ ഐഷയെ കാണാതാവുമ്പോൾ നമ്മളോട് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചപ്പോൾ തന്നെ ഐഷയുടെയിൽ ആ വസ്തു വാങ്ങുന്നതിന് വേണ്ടിയുള്ള പണം ഉണ്ട് എന്ന് കൃത്യമായി റോസമ്മയ്ക്ക് അറിയാം എന്നത് റോസമ്മ അറിയാതെ തന്നെ നമ്മളോട് പറയുന്നു. അതോടൊപ്പം തന്നെ ഇത് പള്ളിപ്പുറത്ത് വെച്ച് അതിൻ്റെ ഒരു മരണമടക്കം നടക്കാനുള്ള സാധ്യത നിലനിൽക്കെ റോസമ്മയും അന്ന് പള്ളിപ്പുറത്തുണ്ടായിരുന്നു എന്ന കാര്യം റോസമ്മയുടെ വായിൽ നിന്ന് അറിയാതെ വീഴുകയാണ്. അപ്പോൾ
ഇത്തരം ദുരൂഹ സാഹചര്യങ്ങൾ, സാധ്യതകൾ, ആ കാര്യങ്ങൾ എത്രയോ നേരത്തെ പോലീസിന് പരിശോധിക്കാമെന്നതായിരുന്നു. എന്നാൽ അത്തരം കാര്യങ്ങൾ വീഴ്ച വന്നിട്ടുണ്ട്. ഇപ്പോൾ വൈകിയാണെങ്കിൽ പോലും ആ ഒരു പരിശോധനയിലേക്ക് കടക്കുന്നു. എന്നാൽ കൃത്യമായും ഈ മൃതദേഹങ്ങളുടെ അവശിഷ്ടം കണ്ടെത്തേണ്ടതുണ്ട്. മറ്റ് സാങ്കേതികമായി ഈ കൊലപാതകം എന്ന് തെളിയിക്കാൻ ഉതകുന്നതായ തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം വെല്ലുവിളിയായി നിൽക്കുമ്പോഴാണ് ഇന്ന് സെബാസ്റ്റ്യൻ്റെ പറമ്പും വീടും പരിശോധിച്ചതിന് ശേഷം ഇപ്പോൾ റോസമ്മയുടെ ഈ വീട്ടിലേക്കും ഈ പറമ്പിലേക്കും അവിടുത്തെ കോഴി ഫാമിലേക്കും എല്ലാം പരിശോധന എത്തുന്നത്. അത് അത്യാധുനിക സംവിധാനങ്ങളുടെ കൂടി സാഹചര്യത്തിൽ ആ ഒരു പരിശോധനയിലേക്ക് നീങ്ങുമ്പോൾ റോസമ്മ ഇതിനെയെല്ലാം പ്രതിരോധിക്കുന്നതിനുള്ള വാഗ്വാദങ്ങളും ന്യായീകരണങ്ങളുമായി രംഗത്തെത്തുകയാണ്. റോസമ്മയുടെ ഫോട്ടോകൾ, കിട്ടിയ ചില അവാർഡുകൾ ഒക്കെ നിരത്തിക്കൊണ്ട് റോസമ്മ രംഗത്തെത്തുകയാണ്. എന്തുതന്നെയായാലും ഈ ബന്ധപ്പെട്ട് റോസമ്മയുടെ പങ്കും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പരസ്യമായി തന്നെ പരിശോധിക്കുന്നു എന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രഹസ്യമായ നിരീക്ഷണത്തിലായിരുന്നെങ്കിൽ കൂടി ഇപ്പോൾ അത്തരം പരിശോധനകളും ചോദ്യം ചെയ്യലും എല്ലാം പരസ്യമായി രംഗത്ത് വരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും നിർണായകം. ഈ ഐഷയെ കാണാതാവുന്നത് 2012 ഇപ്പോൾ 13 വർഷം പിന്നിടുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴാണ് റോസമ്മയുടെ വീട്ടിലേക്ക് ഒരു പരസ്യമായ അന്വേഷണം എത്തുന്നത് എന്നത് തന്നെ ഏറെ നിർണായകമാണ്. അത് ആദ്യത്തെ അന്വേഷണങ്ങൾ വീഴ്ച വന്നു എന്നതുകൂടി വ്യക്തമാക്കുന്നതാണ്. റോസമ്മയുടെ ഫോൺ കോൾ വിവരങ്ങളടക്കം കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട്. അതെനിക്ക് അറിയത്തില്ല കുഞ്ഞെ, ഞാൻ പറഞ്ഞ ഡേറ്റോ അല്ല പറഞ്ഞത് മാറിപ്പോയതായിരിക്കും. ഇപ്പം നിങ്ങളൊക്കെ ഇത്ര ചോദിച്ചു, ഇപ്പം ഈ ചോദിച്ചൊന്ന് പിന്നെ ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയത്തില്ല. ഈ റോസമ്മയെ കാണാതായി എന്ന് പറയുന്ന ഡേറ്റ്, ഐഷയെ കാണാതായി എന്ന് പറയുന്ന ഡേറ്റ് എന്തൊരു കഷ്ടം. ആദ്യ ഭർത്താവ് മരിച്ച ഡേറ്റ് അല്ലേ ഈ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്നത്? അത് അന്ന് ഞാൻ പള്ളി പോയെന്നാ പറയുന്നത്, അല്ലാതെ ആ ഡേറ്റ് ഇതുമായിട്ട്. മെയ് മാസമാണ് ഐഷയെ കാണാതാവുന്നത്. റോസമ്മ പറയുന്ന ഡേറ്റ് ഓഗസ്റ്റ് 15. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഫോണിൽ കോള് വന്നതെന്നാ ഞാൻ പറഞ്ഞേ. ഓഗസ്റ്റ് 15 കോള് വന്നത്. ആ കോൾ എൻ്റെ ഫോണിൽ വന്നതെന്നാ പറഞ്ഞത്, അല്ലാതെ അതൊന്നും ഞാൻ ഓർക്കുന്നില്ല. എനിക്കത് എഴുതിയിടേണ്ട കാര്യമില്ലല്ലോ. ഇത്രയും പ്രായം, ഈ 70 വയസ്സായി ഞാൻ അത്രയും കാലത്തിന് മുമ്പുള്ള ഡേറ്റൊക്കെ എങ്ങനെ പറയാനാ? അതിന് ആവശ്യമുണ്ടെങ്കിൽ എഴുതിയിട്ടാൽ പോരെ. അത് തന്നെയാണ്, ആ ഡേറ്റ് തന്നെ തെറ്റിച്ച് പറയുമ്പോൾ അത് സംബന്ധിച്ച് പോലും ഒരു വ്യക്തമായ അതായത് ഐഷയുടെ കാര്യത്തിൽ ഐഷയെ കാണാതാവുന്നത് 2012 പക്ഷെ ഇപ്പോഴും റോസമ്മ പറയുന്നത് 2017 അവസാനമായി കോൾ വന്നതെന്നാണ്. അതായത് റോസമ്മ പറയുന്ന പല കാര്യങ്ങളിലും വ്യക്തതയില്ല എന്നല്ലേ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. റോസമ്മ കൃത്യമായും ഇത് െല്ലാം തീയതികൾ തെറ്റിക്കുന്നുണ്ട്. അതിലുപരിയായി ഐഷയെ സെബാസ്റ്റ്യനുമായി പരിചയപ്പെട്ട മുഖാന്തരമാണ് എന്ന കാര്യം മറച്ചു വെക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നു. അത് എന്തിനു വേണ്ടി എന്നുള്ള സംശയം തന്നെയാണ് ഏറ്റവും പ്രധാനമായും നിലനിൽക്കുന്നത്. ഇതിലെല്ലാം തന്നെ വ്യക്തത വരുത്തുന്നതിനു കൂടി വേണ്ടിയാണ് ഇപ്പോൾ ഇത്തരമൊരു പരിശോധനയിലേക്ക് കടക്കുന്നത്. ഇത് വർഷങ്ങളായി ബിന്ദു തിരോധാന കേസുമായി ബന്ധപ്പെട്ട ആക്ഷൻ കൗൺസിലടക്കം നാട്ടുകാരടക്കം ആവശ്യപ്പെട്ടിരുന്നതാണ്. കാരണം സെബാസ്റ്റ്യൻ്റെ ദുരൂഹമായ നീക്കങ്ങളിലൊക്കെ തന്നെ ഒരു കാലഘട്ടത്തിൽ റോസമ്മ അതിൽ പങ്കാളിയായിരുന്നോ എന്ന സംശയമുണ്ട്. ഇവിടെ വസ്തു വാങ്ങിയതിൽ തന്നെ സാമ്പത്തിക ഇടപാടുകൾ ഇവർ തമ്മിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അത് സംബന്ധിച്ചും വ്യക്തത വരുത്തേണ്ടത് ഈ അന്വേഷണ സംഘം തന്നെയാണ്. എന്നാൽ അതിലൊന്നും ഒരു വ്യക്തത വരുത്തുന്നതിലേക്ക് നേരത്തെ ഈ അന്വേഷണം നീങ്ങിയിരുന്നില്ല. അതിൽ ഒരു ക്ലാരിറ്റി, അതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ അത്തരം സംഭവങ്ങളിലേക്ക് കൂടി പരസ്യമായി സുധീഷ്, ചേർത്തലയിലെ സ്ത്രീകളുടെ തിരോധാന കേസിൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ ശാസ്ത്രീയ പരിശോധന പുരോഗമിക്കുകയാണ്. സുധീഷ് ഗോപാലാണ് അവിടെ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.